KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ജിഷയുടെ കൊലപാതകം ആസൂത്രിതം, അന്വേഷണം 4 പേരെ കേന്ദ്രീകരിച്ച്. പെരുമ്പാവൂർ അന്വേഷണത്തിൽ ഇടപെടുന്നില്ലെന്ന് ഹൈക്കോടതി. മർക്കസിൽ ഖത്മുൽ ബുഖാരിക്കും ആത്മീയ സമ്മേളനത്തിനും സ്വാഗത സംഘം രൂപീകരിച്ചു. കേരള നിയമസഭയിൽ 3ാം ശക്തിയുടെ ലക്ഷണം കാണുന്നുണ്ടെന്ന് നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡിഗ്രി വ്യാജമെന്ന് തെളിയിക്കുന്ന രേഖയുമായി ആം ആദ്മി പാർട്ടി. പെൺകുട്ടിയുടെ ജീൻസ് അഴിപ്പിച്ചു, BJP MP സാക്ഷി മഹാരാജ് വിവാദത്തിൽ. സംസ്ഥാനങ്ങൾ നടത്തുന്ന മെഡിക്കൽ പ്രവേശ പരീക്ഷ അംഗീകരിക്കാമെന്ന് മെഡിക്കൽ കൌൺസിൽ. ആത്മീയ നിർവൃതിയേകി മഅദിൻ റജബ് ആത്മീയ സമ്മേളനം സമാപിച്ചു. ഉത്തരാഖണ്ഡിൽ വിശ്വാസ വോട്ടെടുപ്പ് മെയ് 10-ന്. വിമത MLA-മാർക്ക് അയോഗ്യത. മക്കയിൽ ഭീകരവേട്ട, 4 പേർ കൊല്ലപ്പെട്ടു, ഭീകരർ ഒളിച്ചത് വിശ്രമ കേന്ദ്രത്തിൽ. വാർത്തകൾ വിശദമായി. ജിഷയുടെ കൊലപാതകം ആസൂത്രിതമെന്ന് ADGP പത്മകുമാർ. പ്രതിയെ ഉടൻ പിടികൂടാമെന്നാണ് പ്രതീക്ഷ. സംശയമുള്ള 4 പേരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഇതിൽ ഒരാളെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. പിടിയിലായവരുടെ മൊഴിയിൽ പൊരുത്തക്കേടുകളുണ്ട്. ഇതുവരെ 200ഓളം പേരെ ചോദ്യം ചെയ്തെന്നും പ്രതിയെ ഉടൻ പിടികൂടുമെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ വ്യക്തമായ നിർണായകമായ സമയത്തോടെയാണ് ഇൻവെസ്റ്റിഗേഷൻ പോകുന്നത്. ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങളുടെ ഇപ്പോഴത്തെ എവിഡൻസ് അനുസരിച്ചും ഒരാൾ തന്നെയാണെന്നുള്ള കൺക്ലൂഷനാണ് ഞങ്ങൾ നിൽക്കുന്നത്. യാദൃച്ഛികമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് തോന്നുന്നു. പെരുമ്പാവൂർ അന്വേഷണത്തിൽ ഇടപെടുന്നില്ലെന്ന് ഹൈക്കോടതി. അന്വേഷണം കാര്യക്ഷമമായി പുരോഗമിക്കുകയാണ്. പോലീസ് മാധ്യമങ്ങളുടെ സമ്മർദ്ദത്തിൽ അകപ്പെടരുത്. ഉച്ചവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു. പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതകത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ട് പറഞ്ഞതാണ് ഇക്കാര്യം. അഡ്വക്കേറ്റ് TB മിനി സമർപ്പിച്ചിട്ടുള്ള ഹർജിയാണ് ജസ്റ്റിസുമാരായ MM ഷഫീഖും K രാമകൃഷ്ണനും അടങ്ങിയ ബെഞ്ച് പരിഗണിച്ചത്. കൊലപാതകം നടന്ന് 9 ദിവസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാനാകാത്തത് അന്വേഷണ സംഘത്തിന്റെ വീഴ്ചയാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഉത്തരാഖണ്ഡ് നിയമസഭയിൽ മെയ് 10-ന് ചൊവ്വാഴ്ച ഹരീഷ് റാവത്ത് വിശ്വാസവോട്ട് തേടണമെന്ന് സുപ്രീംകോടതി. വിശ്വാസവോട്ടിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നും മെയ് 10-ന് വിശ്വാസവോട്ടാകണം നിയമസഭയുടെ പ്രധാന അജണ്ടയെന്നും കോടതി വ്യക്തമാക്കി. കൂടാതെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ 9 MLA-മാരെ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ അനുവദിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ചീഫ് സെക്രട്ടറിയും DGP-യും അംഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും കോടതി ഉത്തരവിലുണ്ട്. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ നിയമസഭയിൽ വിശ്വാസവോട്ട് തേടാമെന്ന് രാവിലെ സുപ്രീംകോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. പിന്നാലെയാണ് കോടതി ഉത്തരവുണ്ടായതും. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിന് സുപ്രീംകോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി നേരിടുമെന്ന ഘട്ടമെത്തിയപ്പോഴാണ് കേന്ദ്രം മലക്കം മറിഞ്ഞത്. മഹാരാഷ്ട്രയിൽ ബീഫ് കഴിക്കുന്നതും കൈവശം വെക്കുന്നതും നിയമവിരുദ്ധമല്ലെന്ന് കോടതി. അതേസമയം ബീഫ് വിൽപ്പന നടത്തുന്നതിനുള്ള നിരോധനം തുടരാനും മുംബൈ ഹൈക്കോടതി അനുമതി നൽകി. ബീഫ് വിൽക്കുന്നതും കഴിക്കുന്നതും വിലക്കി കഴിഞ്ഞ വർഷമാണ് മഹാരാഷ്ട്ര സർക്കാർ ഉത്തരവിറക്കിയത്. നിയമം ലംഘിക്കുന്നവർക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയുമാണ് ശിക്ഷ ലഭിക്കുക. മുംബൈ പോലെ വിവിധ വിഭാഗങ്ങൾ താമസിക്കുന്ന നഗരത്തിൽ ബീഫ് നിരോധിക്കുന്നത് പ്രായോഗികമല്ലെന്നും ഇത് മൌലികാവകാശങ്ങളുടെ ലംഘനമാണെന്നുമായിരുന്നു നിരോധനത്തിനെതിരെ ഹർജി നൽകിയവരുടെ വാദം. ഇത് കോടതി ഭാഗികമായി അംഗീകരിച്ചിരിക്കുകയാണ്. മക്കയിൽ ഭീകരവേട്ട, 4 പേർ കൊല്ലപ്പെട്ടു, ഭീകരർ ഒളിച്ചത് വിശ്രമ കേന്ദ്രത്തിൽ. വിശദാംശങ്ങൾ കരീം ഏലംകുളം നൽകുന്നു. മക്കയിൽ സുരക്ഷാ വിഭാഗം നടത്തിയ സൈനിക നീക്കത്തിനിടെ 4 ഭീകരർ കൊല്ലപ്പെട്ടതായി ആഭ്യന്തര വകുപ്പ് അറിയിച്ചു. വ്യാഴാഴ്ച രാവിലെ മക്ക ത്വായിഫ് റോഡിൽ 25 കിലോമീറ്റർ അകലെ വാദി നുഅ്മാനിലെ വിശ്രമ കേന്ദ്രത്തിലാണ് സംഭവം. ഭീകരർ ഒളിവിൽ കഴിയുന്നതായി വിവരം കിട്ടിയതിനെ തുടർന്ന് പോലീസ് സങ്കേതം വളഞ്ഞപ്പോൾ അകത്തുനിന്ന് വെടിയുതിർക്കുകയായിരുന്നു. ശക്തമായ ചെറുത്തുനിൽപ്പിനിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ തിരിച്ചടിയിലാണ് 2 പേർ കൊല്ലപ്പെട്ടത്. പോരാട്ടം 10 മണിക്കൂറും നീണ്ടുനിന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടുന്നതിന് മുമ്പായി 2 പേർ സ്ഫോടക വസ്തുക്കൾ ശരീരത്തിൽ കെട്ടി സ്വയം പൊട്ടിത്തെറിക്കുകയായിരുന്നു. അതിരാവിലെ തന്നെ പ്രദേശം സുരക്ഷാ ഉദ്യോഗസ്ഥർ വളയുകയും തീവ്രവാദികളോട് സ്വയം കീഴടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ പരിസരത്തുള്ളവർക്കോ കാൽനടക്കാർക്കോ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കോ പരിക്കേറ്റിട്ടില്ല. സുരക്ഷാ ഭീഷണി ഉയർത്തുന്നവരെ പിടികൂടുന്നതിന്റെ ഭാഗമായാണ്
യിലെ സൈനിക നടപടിയെന്ന് ആഭ്യന്തര മന്ത്രാലയ സുരക്ഷാ വക്താവ് പറഞ്ഞു. IS ഭീകരർക്കെതിരെ വാദി നൊമാനിൽ നടത്തിയ സൈനിക നീക്കം വിജയകരമായിരുന്നുവെന്ന് മക്ക ഗവർണറേറ്റും ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അറിയിച്ചു. മക്ക അൽഹദ ത്വായിഫ് റോഡിലാണ് ഈ വിശ്രമ കേന്ദ്രം. ജിദ്ദ മേഖലയിൽ ഒരു ഭീകരകേന്ദ്രം പരിശോധിക്കുകയും 2 പേരെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഭീകര സംഘടനകളുമായും പ്രവർത്തനങ്ങളുമായും ബന്ധമുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും വക്താവ് പറഞ്ഞു. 2 സ്ഥലങ്ങളിലും കൂടുതൽ സുരക്ഷാ പരിശോധന തുടരുകയാണ്. പ്രദേശത്ത് മറ്റു സ്ഫോടക വസ്തുക്കൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനും അവ നീക്കം ചെയ്യാനും സുരക്ഷാ സംഘം രംഗത്തുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ബീഷ മേഖലയിലും സമാനമായ ഓപ്പറേഷൻ നടത്തുകയും ഭീകരാക്രമണ ശ്രമം തടയുകയും ചെയ്തിരുന്നു. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. കേരള നിയമസഭയിൽ ഒരു മൂന്നാം കക്ഷിയുടെ ലക്ഷണം കാണുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ ഒരു മൂന്നാം ശക്തിയായി BJPയുടെ നേതൃത്വത്തിലുള്ള മുന്നണി ഉദിച്ചുവരുന്നതിന്റെ വ്യക്തമായ തെളിവാണിവിടെ കൂടിയിരിക്കുന്ന ജനസഞ്ചയമെന്നും മോദി പറഞ്ഞു. പാലക്കാട്ട് കോട്ട മൈതാനിയിൽ സംഘടിപ്പിച്ച പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. केरल की विधानसभा में एक तीसरी शक्ति, निर्णायक शक्ति उभर के आ रही. ഡൽഹി സർവകലാശാലയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി BA ബിരുദം നേടിയത് വ്യാജമെന്ന് തെളിയിക്കുന്ന പുതിയ രേഖയുമായി ആം ആദ്മി പാർട്ടി. 1978-ൽ നരേന്ദ്ര ദാമോദർ മോദി എന്നയാൾ ബിരുദം കരസ്ഥമാക്കിയിട്ടില്ലെന്ന് കാണിക്കുന്ന രേഖയുമായാണ് AAP രംഗത്തെത്തിയത്. അതിനാൽ 2014-ലെ പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് നൽകിയ സത്യവാങ്മൂലത്തിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA പാസ്സായതായി പറയുന്നത് വ്യാജമാണെന്നും AAP ആരോപിച്ചു. മോദി ബിരുദം കരസ്ഥമാക്കിയെന്ന് പറയുന്ന ദിവസം നരേന്ദ്ര മഹാവീർ മോദി എന്ന രാജസ്ഥാൻ സ്വദേശി ഡിഗ്രി കരസ്ഥമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹവുമായി ആശയവിനിമയം നടത്തിയെന്നും AAP നേതാവ് അശുതോഷ് പറഞ്ഞു. 1975-78 കാലയളവിൽ ഇദ്ദേഹം ഡൽഹി സർവകലാശാലയിൽ പഠിച്ചിരുന്നുവെന്നും ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി അദ്ദേഹത്തിന്റെ സീനിയറായി പഠിച്ചതാണെന്നും അദ്ദേഹം അറിയിച്ചു. കൂടാതെ സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ പ്രകാരം പ്രധാനമന്ത്രിയുടെ വിലാസം ഗുജറാത്തിലെ വേദ് നഗറാണ്. മഹാവീർ മോദിയുടേത് രാജസ്ഥാനിലെ അൽവാണെന്നും AAP വ്യക്തമാക്കി. പൊതുവേദിയിൽ പെൺകുട്ടിയോട് ജീൻസ് അഴിക്കാൻ ആവശ്യപ്പെട്ട BJP MP സാക്ഷി മഹാരാജിന്റെ നടപടി വിവാദമായി. മെയ് 3-ന് ഫരീദ്പൂർ ഗ്രാമത്തിലാണ് സംഭവം നടന്നതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. ഗ്രാമത്തിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ പെൺകുട്ടിയെ മർദ്ദിച്ചിരുന്നു. ഇതേ തുടർന്ന് സ്ഥലത്തെത്തിയ MP പെൺകുട്ടിയോട് ജീൻസ് അഴിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. കസേരയിലിരിക്കുന്ന സാക്ഷി മഹാരാജ് സ്ത്രീകളോട് സംസാരിക്കുകയും അടുത്തുള്ള പെൺകുട്ടിയോട് ജീൻസ് അഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പെൺകുട്ടി ആദ്യം വിസമ്മതിക്കുന്നുണ്ടെങ്കിലും കൂടെയുള്ള സ്ത്രീകളുടെ നിർബന്ധത്തിന് വഴങ്ങി ജീൻസ് അഴിക്കുകയായിരുന്നു. ചുറ്റും നിരവധി പുരുഷന്മാർ കൂടി നിൽക്കുന്നതിനിടെയാണ് സാക്ഷി മഹാരാജ് പെൺകുട്ടിയുടെ ജീൻസ് അഴിപ്പിച്ചത്. നവമാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിച്ചതോടെ MPക്കെതിരെ പ്രതിഷേധവുമായി പലരും രംഗത്തെത്തി. എന്നാൽ പോലീസ് ആക്രമണത്തിൽ പരിക്കേറ്റ സ്ത്രീകളെ പരിശോധിക്കുകയായിരുന്നുവെന്നാണ് സാക്ഷി മഹാരാജിന്റെ വിശദീകരണം. സ്വന്തമായി പരീക്ഷ നടത്തുന്ന സംസ്ഥാനങ്ങൾക്ക് ഏകീകൃത മെഡിക്കൽ പ്രവേശ പരീക്ഷയിൽ നീറ്റ് ഇളവ് നൽകാമെന്ന് മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യ സുപ്രീംകോടതിയെ അറിയിച്ചു. സംസ്ഥാനങ്ങൾ നടത്തുന്ന പരീക്ഷ അംഗീകരിക്കാമെന്ന് MCI വ്യക്തമാക്കി. സംസ്ഥാന പ്രവേശ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ കോളേജുകളിലേക്ക് മാത്രം പ്രവേശനം നടത്തിയാൽ മതിയെന്നും സ്വാശ്രയ മാനേജ്മെന്റുകളും കൽപ്പിത സർവകലാശാലകളും നടത്തുന്ന പ്രവേശ പരീക്ഷ അംഗീകരിക്കില്ലെന്നും MCI സുപ്രീംകോടതിയെ അറിയിച്ചു. നീറ്റിൽ ഇളവ് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരുകൾ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. സ്വന്തമായി പ്രവേശ പരീക്ഷ നടത്തുന്ന സംസ്ഥാനങ്ങൾക്ക് നീറ്റിൽ ഇളവ് നൽകുന്ന കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കുവാൻ മെയ് 10 വരെ സമയം അനുവദിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം സുപ്രീംകോടതി അംഗീകരിച്ചു. ദുബായ് വേൾഡ് എക്സ്പോ 2020യുടെ UAE പവലിയന്റെ രൂപകൽപ്പനയ്ക്ക് നാഷണൽ മീഡിയ കൌൺസിൽ അംഗീകാരം നൽകി. ഫാൽക്കൺ പക്ഷിയുടെ മാതൃകയിലായിരിക്കും വേദി. ലോകപ്രശസ്ത ശില്പി സാന്റിയാഗോ കലാട്രാവയാണ് UAE പവലിയന്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഷവർമ വിൽപ്പന നടത്തുന്ന റെസ്റ്റോറന്റ് ഉൾപ്പെടെയുള്ളവർക്ക് പുതുക്കിയ ആരോഗ്യ നിയമം പ്രാബല്യത്തിൽ. ദുബായിൽ പ്രവർത്തിക്കുന്ന 472 ഇത്തരം സ്ഥാപനങ്ങൾക്കായാണ് ദുബായ് നഗരസഭയുടെ ആരോഗ്യ വിഭാഗം പുതുക്കിയ നിയമം പ്രാബല്യത്തിലാക്കിയിരിക്കുന്നത്. സുസ്ഥിര വികസനം ഉറപ്പാക്കാനുള്ള ദുബായിയുടെ പ്രതിബദ്ധതയുടെ ഭാഗമായി താമസക്കാർ LED ബൾബുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. ഊർജ്ജം ലാഭിക്കുവാനും കുറഞ്ഞ വോൾട്ടേജിൽ കൂടിയ പ്രകാശം ലഭ്യമാകാനും ഇതിലൂടെ സാധിക്കുന്നതാണ്. ജക്കാർത്തയിലേക്ക് പറന്ന ഇത്തിഹാദ് വിമാനം ആകാശച്ചുഴയിൽപ്പെട്ട് 31 പേർക്ക് പരിക്കേറ്റതായി ഇത്തിഹാദ് എയർവേസ് അധികൃതർ വ്യക്തമാക്കി. അബുദാബിയിൽ നിന്ന് ജക്കാർത്തയിലേക്ക് പറന്ന EY474 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ലഘുപാനീയങ്ങളുടെ സ്ഥിരമായ ഉപയോഗം